ഹലോ, ഗുഡ് മോർണിംഗ്. രാവിലെ കുഞ്ഞുവാവേനെ ഒന്ന് ഒരുക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. ഞാനൊന്ന് ചേർത്തൊന്ന് പിടിച്ചപ്പോഴത്തേനും ആൾക്കാണെങ്കിൽ അതേ സ്നേഹം അങ്ങ് വല്ലാണ്ട് വന്നു പോയി കേട്ടോ. അതുകൊണ്ട് എന്നെ കെട്ടിപ്പിടുത്തവും ഉമ്മതരലൊക്കെ കേട്ടോ. അവൻ എങ്ങനെയാണ് ഒന്ന് നമ്മൾ മേത്തൊന്ന് മുട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് സ്നേഹം വല്ലാത്തൊരു സ്നേഹം വരും. എന്നെ അതുകൊണ്ട് പീച്ചി പിടിച്ച് ഉമ്മയൊക്കെ തരുന്ന ഭാഗമാണ്. അപ്പോൾ രാവിലെ കുഞ്ഞിനെ ഇത്ര കാര്യമായിട്ട് ഒരുക്കുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് സ്കൂളിൽ മാവേലി മത്സരവും മലയാളി മങ്ക മത്സരമൊക്കെയാണ്. പിന്നെ ചേർക്ക വിടണോ വേണ്ടയോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരുന്നു. പിന്നെ ഇന്നലെ ടൗണിൽ പോയപ്പോൾ വെറുതെ ഒന്ന് കോസ്റ്റ്യൂം നോക്കാമെന്ന് ഓർത്തൊരു ഷോപ്പിൽ കയറി. അപ്പോൾ നല്ല കോസ്റ്റ്യൂം കണ്ടു. എന്നാൽ പിന്നെ ചേർത്തേക്കാമെന്ന് ഓർത്തു. അത് കോസ്റ്റ്യൂം എല്ലാം വാങ്ങിച്ചതിന് ശേഷമാണ് സ്കൂളിൽ ടീച്ചറിന് പേരൊക്കെ കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ എന്തായാലും പിന്നെ ഇത്തിരി പൗഡറൊക്കെ ഇട്ട് ഒരുക്കാമെന്ന് ഓർത്ത്. 2 ആൺകുട്ടികളായതുകൊണ്ട് പിന്നെ എനിക്കിതൊന്നും അത്ര ശീലമുള്ള പരിപാടിയല്ല, ഈ പൗഡർ ഇടയിലും ഒരുക്കലൊക്കെ. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പം ഡാൻസിന് പിള്ളേരെ ഒരുക്കി ഒരു ഓർമ്മയൊക്കെ ഉണ്ടെന്നല്ലാണ്ട് അതിന് ശേഷം എനിക്കൊന്ന് ഏകദേശം ആദ്യമായിട്ട് തന്നെയാണ് കേട്ടോ വേറെ ഒരാളെ ഇങ്ങനെ ഒരുക്കുകയൊക്കെ ചെയ്യുന്നത്. ഇരുന്ന് തരുന്നുണ്ട് കേട്ടോ. ഞാൻ ഓർത്ത് രാവിലെ ഇപ്പോൾ ഒരു 7:30 ആയിട്ടേ ഉള്ളൂ സമയം. രാവിലെ ആയതുകൊണ്ട് അവൻ ഒട്ടും സമ്മതിക്കില്ല എന്നായിരുന്നു. അതേപോലെ തന്നെ ആ ഡ്രസ്സ് ഇടാനൊന്നും സമ്മതിക്കില്ല എന്ന് ഞാൻ വിചാരിച്ചത്. ഞാൻ ഇന്നലെ വൈകുന്നേരം ജസ്റ്റ് ഒന്ന് ഇടിച്ച് നോക്കി. അപ്പോൾ ഭയങ്കര ഹാപ്പി കേട്ടോ. രാവിലെ എണീറ്റപ്പോഴേ എനിക്ക് മാവേലിയുടെ ഡ്രസ്സ് ഇട്ടിട്ട് സ്കൂളിൽ പോകണമെന്ന് പറയുന്നത്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ചേട്ടാ എന്നോട് പറഞ്ഞ് അവൻ ഇടുമെന്ന്. ഞാനാണെങ്കിൽ അവൻ ഇടാൻ ഒരു ചാൻസും ഇല്ലെന്ന് തന്നെയായിരുന്നു പറയുന്നത്. അവൻ്റെ ഒരു ക്യാരക്ടർ വെച്ച് നോക്കുമ്പോൾ അവൻ്റെ മേത്ത് ഇങ്ങനെ എന്തെങ്കിലും കൊള്ളുന്ന ഇറിറ്റേറ്റ് അതൊന്നും അവന് ഇഷ്ടമുള്ള ഒരാളല്ലേ. അങ്ങനെ എന്തായാലും എൻ്റെ വാവക്കുട്ടി ഇരുന്ന് തരുന്നുണ്ട് കേട്ടോ. ഇച്ചിരി പൗഡറൊക്കെ ഇടിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഐബ്രോസൊക്കെ വരച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചേ. അല്ലെങ്കിൽ ഒരു മുഖത്തിനൊരു ഷേപ്പ് വരില്ലല്ലോ. എന്നാൽ ഒത്തിരി വേണ്ടതാനും. കാരണം ഇത് പ്രോഗ്രാം കഴിഞ്ഞിട്ട് അവർക്ക് ക്ലാസ് ഉണ്ട് ഇന്നും കൂടെ. നാളെയാണ് ശരിക്കുള്ള ഓണാഘോഷ പരിപാടി. അപ്പോൾ ഞാൻ ഒന്ന് പിരികൊക്കെ ഒന്ന് ഐബ്രോസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അവനും ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. കുഞ്ഞു ആവുന്ന സമയത്ത് തീരെ ചെറുതായിരുന്നപ്പോൾ അത്യാവശ്യമൊക്കെ ഇങ്ങനെ പൊട്ടൊക്കെ കുത്തി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ആരും അങ്ങനെ ഒരു കൺമഷിയും പൗഡറും ഒന്നും ഉപയോഗിക്കേണ്ടെന്ന് പറയുന്നതുകൊണ്ട് തന്നെ ഇവനധികം മൂത്ത മോന് ഞാൻ പൊട്ടൊക്കെ കുത്തി കൊടുക്കുമായിരുന്നു കേട്ടോ. ഇവന് ഞാൻ അങ്ങനെയൊന്നും അധികമൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ഇരുന്നായിരുന്നു പൂച്ചക്കുട്ടി പോലെ ഇരിക്കുക കേട്ടോ, കണ്ണൊക്കെ അടച്ചിട്ട്. എനിക്കും ഒരു ഇതുണ്ട് കേട്ടോ, എഴുതുമ്പോഴേ ഒരു ബുദ്ധിമുട്ട്. ഞാനങ്ങനെ പിരിവൊന്നും എഴുതി കൊടുക്കാനില്ലല്ലോ, 2 ആൺകുട്ടികളല്ലേ. അപ്പം എനിക്കിഷ്ടമാണ് ഇങ്ങനെ ഒരുക്കാൻ, ഭയങ്കര ഇഷ്ടമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുക്കാൻ. പിന്നെ ഒരുക്കാനുള്ള സാഹചര്യ സന്ദർഭം ഉണ്ടായില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നമ്മുടെ സാധാ ഐബ്രോസ് തന്നെ വെച്ചിട്ട് കേട്ടോ കണ്ണൊക്കെ വല്ല പുരുകൊന്ന് എഴുതി കൊടുത്തത്. അതേപോലെ തന്നെ നമ്മൾ കണ്ണെഴുതുന്ന ഐക്കോണിക്ക് വെച്ചിട്ട് തന്നെ ജസ്റ്റ് കണ്ണിന് ഒരു കുഞ്ഞു വാലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെയ്തത് ലിപ്റ്റിക്ക് ഇട്ട് കൊടുത്തു. പിന്നെ ഒരു പൊട്ട് കുത്തി കൊടുത്തു. ഇത്രയൊക്കെയാണ് കേട്ടോ ചെയ്യുന്നത്. എല്ലാം ഇച്ചിരി സ്ലോയിലാണ് ചെയ്യുന്നത്. കാരണം അവനെ ഒന്ന് സെറ്റാക്കി എടുക്കണം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ എനിക്കും ഇത്തിരി എക്സ്പീരിയൻസ് കുറവുള്ള അമ്മയാണല്ലോ. ആൺകുട്ടികളുടെ അമ്മമാരെപ്പോഴും അങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പം ഭയങ്കര അഭിപ്രായമൊക്കെ പറഞ്ഞു. അവനും ഭയങ്കര ഒരു ഇൻട്രസ്റ്റ്. മൂത്ത ആളും ഇപ്പുറത്തിരുന്ന് കാണുന്നുണ്ട് കേട്ടോ. ഇവരാരും ഞാനിങ്ങനെ ഒരുക്കുന്നൊന്നും കണ്ടിട്ടില്ലാത്തതുകൊണ്ട് എൻ്റെ കണ്ണ് അമ്മ കുത്തി പൊട്ടിക്കുമോ എന്നൊക്കെ എൻ്റെ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട് കേട്ടോ. എനിക്കാണെങ്കിൽ ചിരിയൊക്കെ വരുന്നുണ്ട്. പിന്നെ ഞാൻ ചിരിക്കാതിരുന്നിട്ട് ഒരുക്കുന്നതാണേ. അങ്ങനെ എൻ്റെ മാവേലിക്കുട്ടീനെ ഒരുക്കുക കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ കണ്ണെഴുതുമ്പോഴേ
നോക്കിയേ. കൊച്ചു സംസാരിച്ചാൽ പോകുന്നില്ല. അയ്യോ അവന്റെ പൊന്നിന് ഇന്ന് മിസ്സിന് പോലും കണ്ടാ മനസ്സിലാകില്ല. കണ്ണാടി നോക്കിക്കേ. രാജാവിനെ പോലെ എന്ത് രസമാണ് കാണാൻ. ഇങ്ങോട്ട് നോക്കിക്കോടി വേണ്ട. രാജാവേ കഴിഞ്ഞോ? കണ്ണാടി നോക്കുന്നുണ്ട്. ഒരു ഫോട്ടോ എടുക്കട്ടെ കണ്ണാടി കാണുന്നത്. ഇങ്ങനെ വായി പൊടിയാന്നുണ്ടോ? ആക്കിട്ടോ അമ്മ മുറിച്ചിട്ട് തൊടണ്ട പോയെങ്കിലും. ചിരിച്ചു. അങ്ങനെ ഫൈനലി നമ്മുടെ മാവേലിക്കുട്ടൻ റെഡി ആയിട്ടുണ്ട്. പക്ഷേ ഇത്രയും നേരം ഭയങ്കര ഹാപ്പി ആയിരുന്നു. ആ മീശ അങ്ങോട്ടിച്ചപ്പോഴത്തേന് ആളുടെ മൂടങ്ങ് പോയിട്ടു. ആ മുഖത്ത് പശ വന്നപ്പോൾ ഒരു വേദന ഉണ്ടെന്നും പറയുന്നുണ്ട്. പിന്നെ അതിന് കുറച്ച് നല്ല വീതി ഉണ്ടായിരുന്നതുകൊണ്ട് അതിൻ്റെ മൂക്കിൽ ഇങ്ങനെ കട്ട് ചെയ്തായിരുന്നു. അത് മൂക്കിലോട്ട് ഇങ്ങനെ പോകുന്നതിൻ്റെ ഒരു അസ്വസ്ഥത ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും സ്കൂളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇതേണ്ട എൻ്റെ അമ്മ എന്ത് ഭംഗിയാണോ, നിറച്ചും മലയാളി മങ്കയും മാവേലി, കരയുന്ന മലയാളി മങ്കയും കരയുന്ന മാവേലിയും. ഭയങ്കര രസമായിരുന്നു. എന്തായാലും വെയിറ്റ് ചെയ്ത് ഇതേ പ്രോഗ്രാം കഴിഞ്ഞു. സ്റ്റേജിൽ കയറിയതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വരുന്നതിൻ്റെ വീഡിയോ കേട്ടോ. എന്തായാലും അടിപൊളിയായിട്ട് കഴിഞ്ഞു കേട്ടോ. അവൻ നന്നായിട്ട് പെർഫോം ചെയ്തു. അതുവരെ കരയാതെ ഇരിക്കുകയും ചെയ്തു. അതുതന്നെ ഒരു സമാധാനം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു കേട്ടോ. ഒത്തിരി സന്തോഷം തന്നൊരു വീഡിയോ ആയിരുന്നു ഇന്നത്തെ. അപ്പോൾ ടാറ്റാ ബൈ സീ യു.